അല്പം മുമ്പ് ഒരു സ്കൂൾ പ്രിൻസിപ്പലുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞ സാറേ, ഞങ്ങളുടെ സ്കൂളിൽ ഈ അടി കൂടുന്ന കുട്ടികളൊക്കെ ഒത്തിരിയുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കാത്ത കുട്ടികളുണ്ട്, അതുപോലെ തന്നെ രാത്രി മുഴുവൻ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. എൻ്റെ അടുത്ത് പേരൻസൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, ഇവരിൽ ആരെങ്കിലും ഇവരുടെ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ഇവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവരാരെങ്കിലും ഒരു കൗൺസിലറിൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ആരും എടുത്തിട്ടില്ല. അവരിവിടെ വന്ന് കംപ്ലയിൻറ്റ് പറയും. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ അവരെ പറ്റി കുറേ കുറ്റം പറയും. ഇതാണിപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സും സ്കൂളും ഒക്കെ പേരൻസിനെ കുറ്റം പറയുന്നു, പേരൻസ് സ്കൂളിനെ കുറ്റം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ ഈ കുട്ടികളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളും സ്കൂളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് കൗൺസിലിങ്, ഗൈഡൻസ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലത്ത് സൈക്കോളജിസ്റ്റുകളും ഒക്കെ വളരെ എക്യുപ്ഡാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടി, വഴക്കുണ്ടാക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തോ അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റിൽ എന്തോ അസ്വസ്ഥതയുണ്ട്. മാതാപിതാക്കൾ തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം. ഇത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. രാത്രി മുഴുവൻ മൊബൈൽ ഫോൺ കാണുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു അഡിക്ഷനായിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ ഒരു രോഗിയാക്കി മാറ്റുന്ന ആളെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അടി കൂടുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ ആ കുട്ടികളിലൊക്കെ ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ട്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളോ, വൈകാരിക പ്രശ്നങ്ങളോ, സ്വഭാവ പ്രശ്നങ്ങളോ, വ്യക്തിത്വ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാകാം. എന്തായാലും ഇതൊക്കെ ആദ്യമേ കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാവണം. പേരൻറ്റിങ്ങിൽ കറക്ഷൻ ഉണ്ടാവണം, ടീച്ചിങ്ങിൽ കറക്ഷൻ ഉണ്ടാവണം, കുട്ടികൾക്ക് വേണ്ട കറക്ഷൻസ് കൊടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ മെച്ചപ്പെടുള്ളൂ.